ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ജുബ്ബ പാഠം നല്ല രീതിയിൽ പഠിച്ചവരാണല്ലോ. നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം നല്ല രീതിയിൽ ഓർമ്മകളില്ലേ? അലിഫ്, ഹംസ പഠിച്ചു, ബാവ് പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ഓരോ പാഠങ്ങളിൽ പുതിയ പുതിയ അക്ഷരങ്ങളെല്ലാം നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അർക്കാനുൽ ഇസ്ലാം. മൂന്നാമത്തെ പാഠമാണ് ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങള് 5 ഒന്ന് ഷഹാദത്ത് കലിമ, 2 5 നേരത്തെ നിസ്കാരം, 3 സക്കാത്ത് കൊടുക്കൽ, 4 റമദാൻ മാസത്തിൽ നോമ്പ് നോക്കൽ, 5 ഹജ്ജ് ചെയ്യല്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത്. അപ്പൊ ഇതിനൊരു പാട്ടായിട്ട് നമ്മൾക്ക് എന്താക്കാം, പഠിച്ചാലേ ഒന്നുകൂടി ഉഷാറായി പഠിക്കാൻ കഴിയും. റെഡിയാണല്ലോ കുട്ടികളെ? ഞാൻ പാടിത്തരും, നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ട് നിൽക്കണം. ഇസ്ലാം കാര്യം 5 5 അറിയൽ ഫർളല്ലേ, കലിമ ഷഹാദത്തൊന്നല്ലേ, 2 5 സ്വലാത്തല്ലേ, 3 പുണ്യ സക്കാത്തല്ലേ, 4 റമദാൻ നോമ്പല്ലേ, 5 ഹജ്ജല്ലേ, 5 തീരെ മറക്കല്ലേ. ഇങ്ങനെ നല്ല രീതിയിൽ പാടുകയും ആവർത്തിച്ച് പാടി മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായി പിന്നൊരു വിഷയം പഠിക്കാനുള്ളത് അറബി മലയാളം അക്ഷരങ്ങളാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതെല്ലാവർക്കും അറിയാം. അലിഫിന് മുകളിൽ ഫത്ത ഇട്ടാൽ ആ. ഇവിടെ ഒന്നുകൂടി മദ് ഇട്ടിട്ടുണ്ട്. ആ എ കണ്ടില്ലേ? എന്താ ചെയ്യണം? ഇങ്ങനെ മുകളിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇവിടെ ചെറിയൊരു യാന്റെ കഷ്ണം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനെ നീട്ടാൻ വേണ്ടിയാണ് കൊടുത്തത്. ഓ എന്ന രൂപം കണ്ടില്ലേ? മുകളിലേക്ക് ആയിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ നീട്ടാൻ വേണ്ടി വാവും കൊടുത്തു. ഒന്നുകൂടി വായിക്കൂ. എ ഓ. രണ്ടാമത്തെ ലൈൻ നോക്കൂ. ബ പ അബ്ബ ഉപ്പ ബ സദ്ദുള്ള ബ നമ്മൾ പഠിച്ചതാണ്. പ ഇത് പുതിയ അക്ഷരാണ്. 3 പുള്ളി താഴെയിൽ വന്നാൽ പ. അതിനൊക്കെ ശ്രദ്ധിട്ടാൽ ഫ. ബ അബ്ബ ഉപ്പ ഉപ്പ. ഇവിടെ നോക്കൂ, ഇതെന്താണ്? വായിക്കൂ. പ. ശരിയാണല്ലോ. പാ. നിങ്ങൾ ആള് ഉഷാറാണല്ലേ, മാഷാ അല്ലാഹ്. ഒന്നുകൂടി വായിക്കൂ. പാ പേ പോ. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഒന്നുകൂടി എളുപ്പത്തില് പഠിക്കാൻ കഴിയും. ഈ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നംല വനുഷിദ്. 1 ഇസ്ലാം കാര്യം. അതിന്റെ ആൻസർ നമുക്ക് അറിയാം. ഇവിടെയാണുള്ളത്. ഇസ്ലാം കാര്യം 5 കണ്ടില്ലേ നിങ്ങള്? ഇവിടെ. രണ്ടാമത്തത് കലിമ ഷഹാദത്ത് 1. 3 പുണ്യ സക്കാത്തല്ലേ. 5 ഹജ്ജല്ലേ. അറിയാലോ, അത് ഫില്ല് ചെയ്യണം. നുജീബ്. ഇവിടെ നമ്മൾ ആൻസർ ആണ് പറയേണ്ടത്. ഇസ്ലാം കാര്യം എത്രയുണ്ട്? 5. ഒന്നാമത്തേത് ഷഹാദത്ത് കലിമ. രണ്ടാമത്തേത് ഏതാണ്? പറയൂ.
5 നേരത്തെ നിസ്കാരം. മൂന്നാമത്തേത് ഏത് പറയൂ? സകാത്ത്. നാലാമത്തേത് ഏത്? റമദാൻ മാസം നോമ്പ് നോക്കല്. അഞ്ചാമത്തേത് ഏത്? ഹജ്ജ് ചെയ്യൽ. ശരിയാണ്. നൻഷിദ് ബൈനൽ ഫരീഖൈൻ. മദീന ഗ്രൂപ്പ്, മക്ക ഗ്രൂപ്പ്, 2 ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്. മദീന ഗ്രൂപ്പിൽ ഇസ്ലാം കാര്യം 5 അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മക്ക ഗ്രൂപ്പ് എന്ത് പറഞ്ഞു? 5ഉം അറിയൽ ഫറലല്ലേ എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ എന്താക്കണം? ഇവിടെ എഴുതി കൊടുക്കണം. എന്ത് എഴുതി കൊടുക്കണം? ഇതേ വരികൾ തന്നെ നല്ല വൃത്തിയിലായി താഴെ എഴുതി കൊടുക്കുക. 2 വരികളും നല്ല വൃത്തിയിലായി എഴുതി കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനും ഉയരാനും വളരാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.